നമ്മൾ പലപ്പോഴും കണ്ടില്ല സോഷ്യൽ മീഡിയയിൽ ചില പ്രത്യേക വസ്ത്രം ധരിച്ച യുവാക്കളെ കാണിക്കുന്നു, ചില പ്രത്യേക മുടിയുള്ള യുവാക്കളെ കാണിക്കുന്നു. ഇതൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ റീച്ച് കാണിക്കും. പിന്നെ ചില തിയേറ്ററിന് മുമ്പിലൊക്കെ പോയി നമുക്ക് കാണാം, അവരൊക്കെ ആൾക്കാർ കല്യാണങ്ങൾക്ക് മറ്റ് പരിപാടികളൊക്കെ പൈസ കൊടുത്ത് വിളിച്ച് സെലിബ്രിറ്റി ആക്കുന്ന സിറ്റുവേഷനായി. അവർ ബുദ്ധിമാന്മാരാണ് ടു ബി ഓണസ്റ്റ്. പക്ഷെ അവരെ കമൻറ്റ് ചെയ്ത് അവരെ കളിയാക്കുന്നവരാണ് യഥാർത്ഥ വിഡ്ഢികൾ. കാരണം അവർക്കറിയാം ഇങ്ങനെ ചെയ്താൽ ഇത്ര റീച്ച് വരും, അവർക്ക് ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ വെച്ച് അവർ വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന നടന്മാരെന്ന് പറയുമ്പോൾ പപ്പു അല്ലെങ്കിൽ ജഗതി, ഇങ്ങനെയൊക്കെ നടന്മാരാണ് നമുക്ക്. എനിക്കൊറ്റ ഇഷ്ടം നടന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു നായകനുണ്ടാവും, ഫൈറ്റ് ചെയ്യുന്ന, കുറേ ആൾക്കാർ അടിച്ചിടുന്ന, നന്മയ്ക്ക് വേണ്ടി പോരാടുന്നൊരു നായകൻ. അതേ സിനിമയിൽ കോമാളി വേഷം ചെയ്യുകയാണ് ഈ കൊമേഡിയൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരും ജനങ്ങൾക്ക് വേണ്ടത് അവരെയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ബീയിങ് എൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടഫാണ്. ബീയിങ് എ ഹോണസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ കുറച്ച് ടഫാണ്.